പ്രസംഗത്തിലെ തുടക്ക കാലഘട്ടത്തിൽ ആളുകൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹായ്, ഞാൻ ബിജു ബാലഗോപാൽ, കൗൺസിൽ സൈക്കോളജിസ്റ്റ്, കോർപ്പറേറ്റ് ട്രെയിനർ, ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് NLP മാസ്റ്റർ പ്രാക്ടീഷണർ. തുടക്ക കാലഘട്ടത്തിലെ ആളുകൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് മനസ്സിൽ കരുതും അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാം. അങ്ങനെ കരുതിക്കൊണ്ട് പോകും. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോളൂ, മനസ്സിൽ നിങ്ങൾ പാട്ട് പാടുമ്പോൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പാട്ട് പാടും. അത് പുറത്തേക്ക് വരുന്ന സമയത്താണ് എങ്ങനെയാണ് പാട്ട് എന്ന് അറിയാനായിട്ട് സാധിക്കുക. മനസ്സിൽ ചിന്തിക്കുന്ന പോലെയല്ല യഥാർത്ഥ പെർഫോമൻസ്. അതിൻ്റെ പുറമെ പുതിയൊരു സാഹചര്യം വരുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് വരും. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഇടപഴകുന്ന സമയത്ത് ഒരു ഡിസ്കംഫർട്ട് വരും. പുതിയ ആളുകൾ പരിചയപ്പെടുന്ന സമയത്ത് അത്രയ്ക്ക് കംഫർട്ടാവില്ല. അതായത് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ അടുത്ത് മിങ്കിൾ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല പുതിയ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത്. നിങ്ങൾ പുതിയ ഡ്രസ്സ് ഇട്ട് ഞാൻ ഡിസ്കംഫർട്ട് വരും. അപ്പോൾ ഒട്ടും തയ്യാറെടുപ്പില്ലാതെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പുതിയൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ ഓൾറെഡി കംഫർട്ടായിരിക്കില്ല. അതിന് പകരമായിട്ട് ചെയ്യേണ്ട സൊല്യൂഷൻ ഇതാണ്: ഒരു പ്രസംഗം നിങ്ങൾ തയ്യാറാക്കുക. എങ്ങനെ തുടങ്ങണം, എന്തുൾപ്പെടുത്തണം, എങ്ങനെ അവസാനിപ്പിക്കണം, അതനുസരിച്ചൊരു സമയമുണ്ടാവുമല്ലോ, അതനുസരിച്ച് തയ്യാറാക്കുക. അതിനുശേഷം ആ പ്രസംഗം പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യുക. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ 5 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു അവസരം കിട്ടി. 5 മിനിറ്റ് പ്രസംഗം നിങ്ങൾ തയ്യാറാക്കി. നിങ്ങളത് 10 തവണ പ്രാക്ടീസ് ചെയ്യുന്നു, 15 തവണ പ്രാക്ടീസ് ചെയ്യുന്നു, 20 തവണ പ്രാക്ടീസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ്. ഒരേ കാര്യമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. റെഡിമെയ്ഡ് ആയിട്ടല്ല, എഴുതി പഠിച്ചല്ല ചെയ്യേണ്ടത്. മനസ്സിൽ നിന്ന് വരുന്ന രീതിയിൽ നിങ്ങളുടേതായ ശൈലിയിൽ പ്രസൻറ്റ് ചെയ്ത് നോക്കുക. കാരണം ഒരേ പ്രസംഗം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളതിൽ ആവുമ്പോൾ, നിങ്ങളതിൽ എക്സ്പീരിയൻസ്ഡ് ആവുമ്പോൾ കോൺഫിഡൻസ് കൂടും. നിങ്ങൾക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാനുള്ള ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഇത് ഉപകരിക്കും. ഈ മെത്തേഡ് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഞാൻ എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ്സിൽ അപ്ലൈ ചെയ്യുന്നൊരു മെത്തേഡാണ്. എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് കണ്ടിന്യൂസ് പ്രാക്ടീസ്. അതുകൊണ്ട് ഒരു പ്രസംഗം നന്നായി തയ്യാറാക്കുക, ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് പോയിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഈ ഒറ്റ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.